ഇപ്പോൾ സുന്നി ലയനം എന്ന് പറയുന്നത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയുകയാണ് നാസർ ഫൈസി കൂടത്തായി. സമ്പൂർണ്ണ ലയനമാണ് വേണ്ടതെന്നും സാങ്കേതികമായ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി പറയുകയാണ്. പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തിയുള്ള ലയനം സുന്നികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പാണക്കാട് കുടുംബം നിർവഹിക്കേണ്ട നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നും സമ്പൂർണ്ണ ലയന സമയത്ത് പ്രഖ്യാപനവും മധ്യസ്ഥതയും പാണക്കാട് കുടുംബത്തിനാകണമെന്നു കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. സുന്നികൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനസികമായിക്കൊണ്ടുള്ള പരസ്പരം സഹകരിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികപരമായ ചില വിഷയങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കപ്പെട്ട ലയിക്കാവുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണമായിക്കൊണ്ട് ലയനം വേണം. പക്ഷെ ഇവിടെ ലയനവും ഐക്യവും ഒക്കെ പറയുമ്പോഴും ഇവിടെ മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിൽ ബന്ധപ്പെടണ്ട എന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇതിൽ സഹകരിക്കേണ്ട എന്നോ പറയുന്നത് വീണ്ടും ഒരു പിളർപ്പിലേക്കുള്ള ഒരു ധ്വനിയാണ്. അതുണ്ടാകാൻ പാടില്ല. സുന്നികൾ ലയിക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബവും അതിന്റെ അവർ നിർവഹിക്കേണ്ട നേതൃത്വപരമായ പങ്ക് അവർ തന്നെ നിർവഹിക്കണം. അത് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് സമ്പൂർണ്ണ ലയനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പ്രഖ്യാപനവും അതിനൊരു മധ്യസ്ഥനുമാവും ഉണ്ടാവേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ ഇന്ന് പാണക്കാട് വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങളാണ്. അദ്ദേഹത്തെ മധ്യസ്ഥനാക്കുകയോ ആക്കാതിരിക്കുകയോ അതൊക്കെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിർവഹിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലയനം കേരള സുന്നികൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്നതല്ല. അവർ കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലയനമാണ് കേരളത്തിലെ സുന്നി കേരളം ആഗ്രഹിക്കുന്നത്. എ കെ അഭിലാഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. എ കെ അഭിലാഷ്, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്? മാത്രമല്ല ഈ പാണക്കാട് കുടുംബത്തിന്റെ ഇതിലെ പങ്കുവഹിക്കൽ അത് വളരെ പ്രധാനവുമാണ്. അതാണ് നാസർ ഫൈസി കൂടത്തായി ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ, അത്തരമൊരു സഹകരണത്തിലേക്ക് അവരെ എത്തിച്ചില്ലെങ്കിൽ അത് മറ്റൊരു പിളർപ്പിലേക്ക് എത്തിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്, അല്ലേ? വിനിത, ഗൗരവമുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി നടത്തിയിരിക്കുന്നത്. സുന്നികൾക്കിടയിൽ ഐക്യം എന്നുള്ളത് ഏകാഭിപ്രായമുണ്ട്, പക്ഷേ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാദിഖ് അലി തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും ഒക്കെ അകറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഐക്യ ചർച്ചകൾ നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. മുസ്ലിം ലീഗ് വിരുദ്ധരാണ് സമസ്തയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. സുന്നി ഐക്യം എന്നുള്ളത് പാണക്കാട് കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഐക്യത്തിലേക്കാണ് പോകേണ്ടത് എന്നാണ് നാസർ ഫൈസി പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴും ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പിളർപ്പിലേക്കായിരിക്കും സുന്നികൾ പോവുക. അതിൽ അവസരം ഒരുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായിയുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പാണക്കാട് കുടുംബത്തെയും അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളെയും മാറ്റി നിർത്തുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ മാറ്റി നിർത്താൻ സമ്മതിക്കില്ല, അത് സുന്നികൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതേസമയത്ത് മറുഭാഗത്ത് വലിയ തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ ഐക്യ സന്ദേശം പടരുന്ന ഘട്ടത്തിൽ ഈ ഐക്യത്തെ തടയിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാസർ ഫൈസിയുടെ ഭാഗത്തും മുസ്ലിം ലീഗിന്റെ ഭാഗത്തും നടക്കുന്നതെന്നുള്ള ചില ആക്ഷേപങ്ങൾ കൂടി മറുഭാഗത്ത് കൂടി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, വ്യക്തമാണ്. എ കെ അഭിലാഷും ഒപ്പം ബഷീർ പി അക്ബറും വിശദാംശങ്ങൾ നൽകായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിലപാട് വ്യക്തമാക്കും. നമുക്ക് ആ വാർഷിക സമ്മേളനത്തിന്റെ വേദിയിലേക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലൊക്കെ എത്തണം.